നമസ്കാരം. ഇക്കഴിഞ്ഞ ഞായറാഴ്ച തിരുവനന്തപുരം പോത്തൻകോട്ട് ഇരുചക്ര വാഹനാപകടത്തിൽ 2 പേർ മരിച്ചു. ദമ്പതികളായ ദിലീപും നീതുവുമാണ് മരിച്ചത്. എന്നും കേൾക്കുന്ന അപകടങ്ങളിൽ ഒന്ന് എന്നേ നമുക്ക് തോന്നും. പക്ഷേ ഇത്തരത്തിലുള്ള നിരവധി അപകടങ്ങൾ ഇന്ന് നമ്മുടെ നിരത്തുകളിൽ നടക്കുന്നുണ്ട്. എതിർദിശയിൽ നിന്ന് അമിത വേഗത്തിൽ വന്ന ബൈക്ക് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നീതു തൊട്ടടുത്തുള്ള ഒരു വീടിന്റെ മതിലിന് മുകളിലൂടെ വീടിന്റെ ചുമരിലിടിച്ച് തെറിച്ചു വീഴുകയായിരുന്നു. ദിലീപ് റോഡിലേക്കും വീണു. 2 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ഒരാൾ തെറിച്ച് 4 അടി പൊക്കമുള്ള മതിലിന് മുകളിലൂടെ അപ്പുറത്തേക്ക് വീഴണമെങ്കിൽ ആ ഇടിയുടെ ആഘാതം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപകടം കണ്ട് ഓടിക്കൂടിയവർ ഏറെ നേരം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് അടുത്ത വീടിന്റെ മുറ്റത്ത് നിന്ന് നീതുവിനെ കണ്ടെത്തിയത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 2 പേരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. ഇടിച്ചു കയറിയ ബൈക്ക് ഓടിച്ചവന്മാരും അതിഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിലാണ്. മരിച്ചോ എന്നറിയില്ല. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലുമെല്ലാം ഇങ്ങനെ അശ്രദ്ധമായി അമിത വേഗത്തിൽ ഇരുചക്ര വാഹനം ഓടിക്കുന്ന യുവാക്കളുണ്ട്. ഡ്യൂക്കിന്റെയും മറ്റും സൂപ്പർ ബൈക്കുകളിലാണ് കണ്ണും മൂക്കുമില്ലാതെ ഇത്തരക്കാർ ചീറിപ്പായുന്നത്. പെട്ടെന്ന് ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയാത്തത്ര ചെറുതായിട്ടായിരിക്കും ബൈക്കിന്റെ മുൻഭാഗത്തെ നമ്പർ പ്ലേറ്റ്. പിന്നിലെ നമ്പർ പ്ലേറ്റ് ആണെങ്കിൽ മുകളിലേക്ക് മലർത്തി വെച്ചിരിക്കും. വഴിയിൽ പോലീസിന്റെയോ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെയോ പരിശോധന നടക്കുന്നതായി കണ്ടാൽ നമ്പർ പ്ലേറ്റ് താഴ്ത്തിവെക്കും. സ്ക്രൂ ഡ്രൈവറോ മറ്റുപകരണങ്ങളോ ഒന്നുമില്ലാതെ കൈകൊണ്ട് താഴ്ത്തുന്ന വിധത്തിലാണ് ഈ നമ്പർ പ്ലേറ്റ് പിടിപ്പിച്ചിട്ടുള്ളത്. ഇത്തരക്കാർ അപകടമുണ്ടാക്കിയിട്ട് കടന്നു കളഞ്ഞാൽ പെട്ടെന്നൊന്നും നമ്പർ തിരിച്ചറിയാൻ കണ്ടു നിൽക്കുന്ന ആർക്കും കഴിയില്ല. മാത്രമല്ല, പിന്നിലെ നമ്പർ പ്ലേറ്റ് മുകളിലേക്ക് ഉയർത്തി വെച്ചിരിക്കുന്നത് കാരണം AI ക്യാമറയിൽ പോലും നമ്പർ പതിയുകയുമില്ല. സൈലൻസറിൽ മാറ്റം വരുത്തി ഭീകരമായ ശബ്ദത്തിൽ ഇപ്പോഴും തിരുവനന്തപുരം നഗരത്തിലൂടെ ചീറിപ്പായുന്ന ബൈക്കുകളുണ്ട്. പിന്നെ അശ്രദ്ധമായി ഇരുചക്ര വാഹനം ഓടിക്കുന്ന മറ്റൊരു കൂട്ടരുമുണ്ട്. അതേക്കുറിച്ച് പറഞ്ഞാൽ പലരും ഇപ്പോൾ എനിക്കെതിരെ വാളെടുക്കും. ഓൺലൈൻ ഫുഡ് ഡെലിവറി നടത്തുന്നവരാണ് വളരെ അശ്രദ്ധമായി ഇരുചക്ര വാഹനം ഓടിക്കുന്നത്. കാര്യം അവരുടെ തൊഴിലൊക്കെ തന്നെയാണത്. എത്രയും നേരത്തെ തന്നെ അവർക്ക് ഓർഡർ ചെയ്യുന്ന ഭക്ഷണം ഓർഡർ ചെയ്യുന്ന ആൾക്ക് എത്തിക്കുകയും വേണം എന്നു കരുതി അശ്രദ്ധമായും അലക്ഷ്യമായും അപകടമായ തരത്തിലുമൊക്കെ ഇരുചക്ര വാഹനം ഓടിച്ചാൽ അത് മറ്റുള്ളവരെ കൂടി അപകടത്തിലാക്കും. ഓർഡർ ചെയ്തയാൾക്ക് ഭക്ഷണം എത്തിക്കാനായി ബൈക്കിന്റെ ഹാൻഡിലിൽ മൊബൈൽ ഘടിപ്പിച്ച് അതിൽ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പലരും വണ്ടി ഓടിക്കുന്നത്. ആക്റ്റീവ പോലെയുള്ള നോൺ ഗിയർ വാഹനങ്ങളാണെങ്കിൽ ഒരു കൈയിൽ മൊബൈൽ പിടിച്ച് അതിൽ ഗൂഗിൾ മാപ്പ് നോക്കി പോകുന്നവരുമുണ്ട്. ദിവസവും ഇത് കാണുന്നത് കൊണ്ടാണ് പറയുന്നത്. നിങ്ങളിൽ പലരും ഇത് കണ്ടിട്ടുമുണ്ടാകും. ഇതൊന്നും കൂടാതെയാണ് എത്രയും വേഗം ഭക്ഷണം ലക്ഷ്യസ്ഥാനത്തെത്തിക്കാനുള്ള വെപ്രാളത്തിൽ അപകടകരമായ തരത്തിലും അമിത വേഗതയിലും ഇവർ വണ്ടി ഓടിക്കുന്നത്. ഇതുകാരണം പല അപകടങ്ങളും ഉണ്ടാകുന്നുമുണ്ട്. ഇതൊക്കെ ആരോട് പറയാൻ? ഇരുചക്ര വാഹനങ്ങളുടെ ഹാൻഡിലിൽ മൊബൈൽ ഹോൾഡർ പിടിപ്പിക്കുന്നത് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും കാണാത്തത് കൊണ്ടാണോ, അതോ അവരുടെ ശ്രദ്ധയിൽപ്പെടാത്തത് കൊണ്ടാണോ? അതുപോലെ തന്നെയാണ് ഹെൽമറ്റ് വെച്ചതിനു ശേഷം അതിനുള്ളിലേക്ക് മൊബൈൽ തിരുകി കയറ്റി പരിസരം മറന്ന് സംസാരിച്ചുകൊണ്ട് ഇരുചക്ര വാഹനം ഓടിക്കുന്നത്. പുരുഷന്മാർ മോശമല്ലെങ്കിലും സ്ത്രീകളാണ് ഇക്കാര്യത്തിൽ മുൻപന്തിയിൽ. വണ്ടി ഓടിക്കുന്ന 10-30 മിനിറ്റിനുള്ളിൽ ആരോട് എന്ത് സംസാരിക്കാനാണ്? അത്യാവശ്യമാണെങ്കിൽ വണ്ടി ഒതുക്കി നിർത്തിയിട്ട് സംസാരിക്കണം. ഇതൊക്കെ ഏതെല്ലാം രീതിയിൽ എത്രയോ തവണ മോട്ടോർ വാഹന വകുപ്പും പോലീസും ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ചിലരുടെ തലയിൽ കയറില്ല. നിയമലംഘനം നടത്തുന്നത് ചിലർക്കൊരു ഹരമാണ്, മറ്റു ചിലർക്കൊരു സന്തോഷമാണ്. ഇത് ചിലർക്ക് ഒരു വെല്ലുവിളി പോലെയാണ് നിയമ സംവിധാനത്തോടും പോലീസിനോടും മോട്ടോർ വാഹന വകുപ്പ് അധികൃതരോടും. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കോവളം തിരുവല്ലം റൂട്ടിൽ ബൈക്ക് റേസിംഗിനിടെ അപകടത്തിൽപ്പെട്ട് യുവാവ് മരിച്ചത്. ഇപ്പോഴും പലയിടങ്ങളിലും അനധികൃതമായി, നഗര നിരത്തുകളിൽ പോലും അനധികൃതമായി ഈ ബൈക്ക് റേസിംഗ് നടക്കുന്നുണ്ട്. എന്തിന്, തിരുവനന്തപുരം നഗരത്തിൽ പോലും ചോദിക്കാനും പറയാനും ആരുമില്ല. ചീറിപ്പായുന്ന ബൈക്കുകാരെ പോലീസിന് എന്തു ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല. പോലീസിനെ വഴിയരികിൽ കണ്ട് അമിത വേഗത്തിൽ ബൈക്ക് ഓടിച്ചു പോയി അപകടം പറ്റിയാൽ അത് പോലീസിന്റെ പിടലിയിലാകും. അതുകൊണ്ട് ഇത്തരക്കാരെ തടയാനും പോലീസിന് കഴിയില്ല. പിന്നെ ചെയ്യാവുന്നത് നമ്പർ പിന്തുടർന്ന് RC ഉടമയെ കണ്ടെത്തി പിഴ നൽകാമെന്നുള്ളതാണ്. പക്ഷെ അവിടെയും ഉണ്ട് പ്രശ്നം. മിന്നൽ വേഗത്തിൽ പായുന്ന ബൈക്കുകളുടെ നമ്പർ തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അത്ര വേഗത്തിലാണ് ഇവർ പോകുന്നത്. നമ്പർ തിരിച്ചറിഞ്ഞിട്ട് വേണ്ട എന്തെങ്കിലും പിഴ നൽകാൻ. പോത്തൻകോട്ട് 2 പേരുടെ ജീവൻ എടുത്തത് അവസാനത്തെ സംഭവമാകില്ല. ഇനിയും അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഓരോ ജീവിതവും ഓരോ കഥകളാണ്. വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.